ഞാൻ ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് തൈര്, 1 ലിറ്റർ തൈരുണ്ട്. വേണ്ട 1 ലിറ്റർ തൈരുണ്ട്. അത് അടിച്ച് ഉണങ്ങിയാണ്, മോരാക്കിയിട്ട് ഇതിനകത്തേക്ക് അടിച്ചതാണ്. ഇതും 1 ലിറ്റർ വെള്ളവും കൂട്ടി ഇതിൻ്റെ അപ്പുറം കൂട്ടിയിട്ട് ഈ ചെറുനാരങ്ങ ഇത് ഇതിനകത്ത് പിഴിഞ്ഞിട്ട്, ഒരു മുറി ചെറുനാരങ്ങ ഇതിനകത്ത് പിഴിഞ്ഞിട്ട് കലക്കുക. എന്നിട്ട് അടിച്ചു കൊടുത്താൽ ഇതിനകത്തുള്ള പുഴു, പിന്നെ ഈ ചപ്പലിലെ ഇലയിൽ തിന്നിട്ട് കരണ്ട് തിന്നുന്ന എല്ലാ സാധനവും പോകും. ഒറ്റയടിക്ക് തന്നെ മാറും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കാട് പോലെ ഇറക്കുന്ന ഒരു കരിയേപ്പില ഒരു കൊമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത് നല്ലൊരു മരുന്നാണ്. ഇത് കുറച്ച് മഞ്ഞളും കൂട്ടുക, മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടിയിട്ട് എല്ലാം അടിച്ചു കൊടുത്താൽ ഇതേപോലെ ഇതിനകത്താക്കി അടിച്ചു കൊടുത്താൽ നല്ല മരുന്നായത്. ഇത് ഒന്ന് അടിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇടുക. എന്നിട്ട് നല്ലതായി മഞ്ഞപ്പൊടിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുഴുവോ അണുക്കളോ ഉറുമ്പോ ഒന്നും വരില്ല. ഉറുമ്പാലും മഞ്ഞപ്പൊടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് വരില്ല. ഇത് കണ്ട, ഇത് ഇതിനകത്ത് ഒഴിക്കട്ടെ. തൈരായി വേണ്ട, മഞ്ഞൾ കൂട്ടിയിട്ട് ഇതെന്നാ വേണ്ട വെച്ചാൽ ഇത് ഒഴിച്ചിട്ട് നമുക്കിത് അടിച്ച് കൊടുക്കുക വേണ്ടത്. കൈയോട് കുടഞ്ഞു കൊടുത്താൽ മതി. കരിയേപ്പിലല്ല ഇവിടെ കൈയോട് അതിൽ ഇഷ്ടമില്ലാണ്ട് ആരും ഇല്ല. അധികം കാണിച്ചു തരാനായിട്ട് അത് ഞാനിതിപ്പോൾ കൂട്ടിപ്പോയി. കരിയേപ്പില ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഒരു തണ്ടങ്ങനെ ഉണ്ട്, അത് ഉണ്ട്. അവിടെ കുറച്ച് അതിന് പൊടിയാനും വെക്കാം ഇടാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് പിന്നെ ഇതൊന്ന് നമുക്ക് ഒരു അങ്ങ് പോയാലോ, അതിന് കുടഞ്ഞു കൊടുക്കാൻ പോയാലോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തൈര് ഇട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. തൈര് പിന്നെ വെള്ളവും പിന്നെ ഇത് ചെറുനാരങ്ങ ഇരുന്നത് ഒരു 1 ചെറുനാരങ്ങ, 1 ലിറ്റർ തൈര്, ശേഷം 1 സ്പൂൺ മഞ്ഞൾ, ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ് ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇതേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് കണ്ട ഒരു ഗുരുടിപ്പ് പോലെയെല്ലാം കണ്ട ഒരു ഡിപ്പ് പോലെയെല്ലാം കണ്ട. ഇത് കത്തി നല്ലൊരു ഉഷാറ് വന്നിട്ട് കണ്ട, ഒരു സൂക്കേട് വന്ന പോലെ ഉണ്ട്. അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കണ്ട. ഇത് കുറച്ച് തേപ്പ് വരുന്നുണ്ട്. ഇത് കുറച്ച് തേപ്പ് വരുന്നുണ്ട്. എന്നാലും ഇത് നല്ല ഉഷാറായിട്ട് നല്ല കാട് പോലെ വളരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നു. അത് മഞ്ഞളും ചെറുനാരങ്ങ പൊടിഞ്ഞതും എല്ലാം കൂടി ആ പൊടിയൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയിലാവേ കുറേ കുടഞ്ഞ് വാങ്ങിച്ച് കൊടുത്താൽ എന്താ നല്ല പഴുപ്പും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അടിയിൽ ഒരുപാട് വളരുന്നുണ്ട്. കണ്ട, അടിയിൽ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. കിട്ടി ഒരുപാട് കരിയേപ്പില ഉണ്ടാകുന്നുണ്ട്. ഇതിങ്ങനെ നല്ലപോലെ കുടഞ്ഞു കൊടുത്താൽ മാത്രമേ ഉണ്ടാ നല്ലപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കാട് പോലെ വളരെ ഒരു തരത്തിലും ഇതുണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. കരിയേപ്പിലൊക്കെ ഒരു വിഷമവും ഉണ്ടാവില്ല, ഇഷ്ടംപോലെ വളരും. ഇപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ നല്ല പോലെ അങ്ങ് കുടഞ്ഞ് മുട്ടി കൊടുത്താൽ നല്ല പോലെയായി. നല്ല അടിപൊളിയായിട്ട് വരും. ഇപ്പം തന്നെയാണ് കാണുന്നില്ലേ, ഞാൻ ഇതാണ് എപ്പോൾ ഞാൻ കുടഞ്ഞു കൊടുക്കുന്നതായി. ചെറുനാരങ്ങയും മഞ്ഞളും തൈര് എത്ര കുടഞ്ഞു കൊടുത്താലും നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കൂടിപ്പോയാലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. നമ്മൾ തൈര് ബാക്കി വന്ന തൈരെല്ലാം എപ്പോൾ കൊണ്ടുവന്ന് കുറച്ച് കുടഞ്ഞു കൊടുത്താൽ കരിവേപ്പിലൊക്കെ ഒരു സൂക്കേടും തരില്ല. ഈ കരിവേപ്പിലിൻ്റെ ഇല തിന്നുന്ന ഒരു പുഴുവുണ്ട്. ആ പുഴുവിങ്ങനെ ഇല തിന്നിട്ട് ഇങ്ങനെയൊക്കെ നേന്ന് നിൽക്കും ഈ ചപ്പുമ്മൽ. ഇങ്ങനെ ചപ്പുമ്മൽ നേന്ന് നിന്നാൽ ഒറ്റ ചപ്പ് ആക്കിയിട്ടില്ല. ആ സമയത്ത് നമ്മളിത് അടിച്ചു കൊടുത്താൽ ഒന്നും ആവില്ല. നല്ല അത്ര കണ്ടീഷനായിട്ട് വരും. അതാണ് ഈ ചെയ്ത് അങ്ങനെ ഇത് കണ്ടില്ലേ, അല്ല ഇത്ര നല്ല വൃത്തിയിൽ വരുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, നല്ല ഉഷാറിൻ്റെ കണ്ട കരിവേപ്പില കുഞ്ഞു തയ്യായി കണ്ട, എല്ലാം എന്നാ വൃത്തി നോക്കിയപ്പോൾ ഇത് കണ്ട കണ്ട നല്ല കണ്ട, നല്ല കരുത്തോടെ വരുന്നുണ്ട്. നല്ല തയ്യായിട്ട് വരുന്നത് കണ്ട. ഇതിങ്ങനെ നല്ല വൃത്തിയിൽ മുക്കിയിട്ട് കുടഞ്ഞു കൊടുക്കണം. നല്ലപോലെ കുടയണം. നമ്മൾ സ്പ്രേനെക്കാട്ടി നല്ലത് കൈ കൊണ്ട് കുടഞ്ഞിട്ട് കൊടുക്കുന്നതിൽ നല്ലോണം മുക്കി കുടഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. എന്നാൽ നല്ല
ഒരു ഇതായിട്ട് കിട്ടും നമുക്ക്. നല്ല കരിവേപ്പിലായിട്ട് വരും. ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല കാട് പോലെ വളരും. അതുകൊണ്ട് നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഈ തക്കാളിക്കും കൂടി ലേശം ഒന്ന് കുടഞ്ഞു കൊടുക്കട്ടെ. തക്കാളിക്ക് നമുക്ക് തക്കാളി ഒരു പഴുപ്പ് പോലെ കുറച്ച് വരും. ഇനി ലേശം ഇത് കുടഞ്ഞു കൊടുക്കട്ടെ. ഇത് നല്ലതാണ്. എന്താ ഇത് നോക്കട്ടെ, നമുക്ക് ലേശം ഇതും കുടഞ്ഞു കൊടുക്കാമല്ലോ. എന്താ ഇത് ലേശം കുടഞ്ഞു കൊടുക്കാമല്ലോ. ഇത് നല്ല ഇനി എന്താ നോക്കാമല്ലോ. തക്കാളിക്ക് ഞാൻ ഇതുവരെ കുടഞ്ഞു കൊടുത്തിട്ടില്ല. ഇതൊന്ന് തക്കാളിക്ക് കുടഞ്ഞു കൊടുത്ത് നോക്കും ഞാൻ. അല്ലാണ്ട് ഇതിന് മഞ്ഞളിപ്പൊരു ഒരു ഇത് വളപ്പറ്റില്ലാതെ പോലെ ഉണ്ട്. അതൊന്ന് കാണിച്ച് നോക്കാമല്ലോ വെച്ചിട്ടാണ്. ഇത് അതിന് വേണ്ടിയിട്ടാണ് ഇത് ലേശം ഒന്ന് കുടഞ്ഞു നോക്കുന്നത്. അത് കുടഞ്ഞിട്ടാകുമ്പോൾ പിന്നെ വേണ്ടിക്ക് നോക്കിയിട്ട് മറ്റുള്ളതിന് ചെയ്യാം കേട്ടോ. അല്ലേ ലേശം ഇതിനും കുടഞ്ഞു നോക്കട്ടെ. ഇത് ലേശം കുടഞ്ഞു നോക്കാം. ഇത് കുടഞ്ഞിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കൊരു ബാക്കല്ല വാങ്ങിക്കാം. എന്താ ഇത് നോക്കാമല്ലോ. ഇതൊന്ന് ഞാൻ കുടഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ ഇതെന്തുണ്ടെന്ന്. എന്നിട്ട് ഞാൻ അതിന് ഈ തക്കാളിക്ക് ലേശം കുടഞ്ഞു വെക്കുക. നോക്കാമല്ലോ ഈ സാറാവ് നോക്കട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം ഇതെന്തുകൊണ്ട് വരുന്നു നോക്കാം. ഇതൊരു പരീക്ഷിച്ച് നോക്കില്ല. ബാക്കിയുള്ളത് കുറച്ച് കൂടുതലുണ്ട്. ബാക്കി ഇത് കുറഞ്ഞു നോക്കാം. ഇത് വേണ്ട എൻ്റെ കരിവേപ്പില വേണ്ട. അത് ഉഷാറായിട്ട് നല്ല ഇതായി. ഞാൻ വേറെ ഒരു മരുന്നും ഇത് കൊടുക്കില്ല, ഒരു വളവും കൊടുക്കില്ല. ഇത് മാത്രം ഈ തൈരിൻ്റെ ഒരു മാത്രമില്ല. ഇഷ്ടംപോലെ പഠിക്കാൻ വേണ്ടി പൊടിച്ച് വന്ന് മടുക്കും. അത്രയ്ക്കുണ്ടാവും. ഇതെല്ലാം പൊട്ടി വരുന്ന ഇതെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ചെയ്തു നോക്കണം. ചെയ്തു നോക്കാനില്ല. കരിവേപ്പില ഓരോരാളുമില്ല എന്നോട് ചോദിക്കലുണ്ട്. ഈ കരിവേപ്പില ചില തിന്നു പോകുന്നു, ഇല തിന്നിട്ട് ഒന്നും ചപ്പ് ബാക്കിയാകുന്നില്ല, ബാടി പോകുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അതിന് ഈ ഒറ്റ മരുന്നുണ്ടായാലും ഇഷ്ടംപോലെ നല്ലോണം കരിവേപ്പില പറിക്കാൻ കിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഇന്നിപ്പം ഇത്രയേ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നാളെ വീണ്ടും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.